മുംബൈയിൽ കാലവർഷക്കെടുതി ജീവനെടുക്കുന്നു. കനത്ത മഴയെ തുടർന്നുണ്ടായ വിവിധ അപകടങ്ങളിൽ 10 പേരാണ് ഇതിനോടകം മരിച്ചത്. നഗരത്തിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും തുടർച്ചയായി അവധി പ്രഖ്യാപിച്ചു. ഇതിനിടെ ഒഡീഷ തീരത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളെയും ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ചാന്ദ്ബാലിക്കും ദിഗയ്ക്കും ഇടയിൽ ഇത് കരയിലേക്ക് പ്രവേശിക്കുമെന്നാണ് പ്രവചനം. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും കനത്ത മഴയ്ക്ക് ഇത് കാരണമായേക്കാം. സാക്കിനാക്കയിൽ തുറന്നിരുന്ന മാൻഹോളിൽ വീണ് ഒരാൾ മരണപ്പെട്ടു. കുർളയിൽ മരം വീണ് കട തകർന്ന ഒരാളും ചെമ്പൂരിൽ സ്കൂൾ ബസിന് മുകളിൽ മരം വീണ് 11 വയസ്സുള്ള കുട്ടിയും മരണപ്പെട്ടു. ഖാർഖറിലെ വെള്ളച്ചാട്ടത്തിൽ വിലക്ക് ലംഘിച്ചിറങ്ങിയ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു. ലോഹഗഡ് കോട്ടയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ ഒരു കുടുംബം കുടുങ്ങിയതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. പൂനെ മുംബൈ എക്സ്പ്രസ് വേയും ദേശീയപാതയും ഇതോടെ അടച്ചിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മുംബൈയിലെ ചില പ്രദേശങ്ങളിൽ 200 മില്ലിമീറ്ററിലധികവും ചിലയിടങ്ങളിൽ 300 മില്ലിമീറ്റർ വരെയും മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 1 മണിക്കൂറോളം റൺവേയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് നിലനിർത്തിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് നിലവിലെ മുന്നറിയിപ്പ്. മുംബൈ, താനെ, പാൽഘർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചെങ്കിലും സർക്കാർ സ്വകാര്യ ഓഫീസുകൾ പതിവ് പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഓൺലൈൻ ക്ലാസുകൾ നടത്താമെന്നും കോർപ്പറേഷൻ അറിയിച്ചു. ജൂൺ അവസാനം മുതൽ തുടരുന്ന ഈ മഴക്കെടുതിയിൽ ഇതിനോടകം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ 10 മുകളിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല പരീക്ഷകളും റദ്ദാക്കേണ്ട സാഹചര്യമുണ്ടായി. മൺസൂൺ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ അനാവശ്യ യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കണമെന്നാണ് നിലവിൽ ഭരണകൂടം ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡെസ്ക് സി ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.